കാഴ്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവരും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ താമസിച്ച ഏരിയയിൽ ഫുള്ള് ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വില്ലകളാണ് ഉള്ളത്. അപ്പോൾ ഇതിലെ വില്ല നമ്പർ 2-ലായിരുന്നു ഞങ്ങൾ 2 ദിവസം താമസിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തന്നെയാണ് ലിഫ്റ്റ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. പിന്നെ സ്റ്റെയറും ലിഫ്റ്റും മാത്രമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടായിരുന്നത് കേട്ടോ. 3 ഫ്ലോറിലായിട്ടാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ലിവിങ് സ്പേസാണ്. നന്നായിട്ട് ഇൻറ്റീരിയർ എല്ലാം ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. ഈ വില്ലയിൽ 5 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ലിവിങ് സ്പേസിനോടുകൂടെ ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയയും വരുന്നത്. പിന്നെ സെമി ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചണുമാണ്. പക്ഷേ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു വലിയൊരു കിച്ചൺ തന്നെയാണ്. അത്യാവശ്യം കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ടോട്ടലി നമുക്ക് ഈ വീട് ഫുള്ള് 5 ബെഡ്റൂമും 5 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമും പിന്നെ ഒരു ഡൈനിങ് ഏരിയ, ലിവിങ് ഏരിയ, അതിൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ, ഇത്രയാണ് നമുക്കുള്ളത്. പിന്നെ മിക്ക ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ആയിട്ടൊന്ന് ബാൽക്കണി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്നും നമുക്ക് ഒരു ബാൽക്കണി ഉണ്ട്. നമുക്ക് ബാൽക്കണി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് റോഡൊക്കെയാണ് കാണുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ഡൈനിങ് ഏരിയ, അതുപോലെ ലിവിങ് ഏരിയ, കോമൺ ബാത്റൂം, ഒരു അറ്റാച്ച്ഡ് നല്ല വലിയൊരു ബെഡ്റൂം, പിന്നെ ഒരു വലിയൊരു കിച്ചൺ. നമുക്ക് പിന്നെ ഇത്രയും സൗകര്യങ്ങളാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമാണുള്ളത്. നല്ല അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്, പിന്നെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് എല്ലാ ഫ്ലോറിലേക്കും ലിഫ്റ്റ് സൗകര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റെയറും കയറാവുന്നതാണ്. അപ്പോൾ ഈ ലിഫ്റ്റിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരിക. നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് പാർഷ്യലായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചണാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കത്തക്ക രീതിയിലുള്ള വെസൽസും ഗ്യാസ് കണക്ഷനും ഓവനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒരു ഹോൾ പോലെയാണ്, അതിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. അവിടുന്ന് ഒരു ഇടനാഴി പോലുണ്ട്. അങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ കിച്ചണിലേക്കുള്ള എൻട്രൻസും കോമൺ ബാത്റൂമിലേക്കുള്ള എൻട്രൻസും ലിഫ്റ്റിലേക്കുള്ള എൻട്രൻസും അതുപോലെ മെയിൻ ബെഡ്റൂമിലേക്കുള്ള ഒരു എൻട്രൻസും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള സ്പേസൊക്കെ ഉണ്ട്. നിറയെ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. നമുക്ക് അത്യാവശ്യം 5-6 പേർക്കൊക്കെ നിന്ന് ഹാൻഡിൽ ചെയ്തൊക്കെ രീതി വലിയൊരു കിച്ചൺ തന്നെയാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നമുക്ക് ഇതാണ് കോമൺ ബാത്റൂമായിട്ട് വരുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമേ ഉള്ളൂ കോമൺ ബാത്റൂം. ബാക്കി എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, പിന്നെ ഒരു കോമൺ ബാത്റൂമും കൂടെയാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന വിശാലമായൊരു ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളിൽ നിന്നും നമുക്ക് ബാൽക്കണി സൗകര്യമുണ്ട്. ഫ്ലോറിൽ നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഗാർഡൻ ഏരിയയിലോട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാ ബെഡ്റൂമുകളും നന്നായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല എല്ലാത്തിലും അത്യാവശ്യം നന്നായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ വരുന്നവർക്ക് ബാഗാണെങ്കിൽ നമ്മുടെ എല്ലാ ഐറ്റംസും വെക്കത്തക്ക രീതിയിൽ നന്നായിട്ട് സ്റ്റോറേജ് സ്പേസും എല്ലാ കബോർഡും എല്ലാം കൊടുത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വലിയ ബെഡ്റൂമുകളാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുമ്പം 3 ബെഡ്റൂമുകളാണ് സെക്കൻഡ് ഫ്ലോറിലുള്ളത്. ഈ എല്ലാ ബെഡ്റൂമുകളും തമ്മിൽ സൈസിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും സ്റ്റോറേജ് സ്പേസും ഉണ്ട്, നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ട്. ടോയ്ലറ്റും ബാത്റൂമും തമ്മിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ ഇതായിരുന്നു. ഈ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയാണ്. നമ്മൾ ഫ്രണ്ടിലോട്ടാണ് നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയുടെ വ്യൂ വരുന്നത്. ഫ്രണ്ടിലെ റോഡും ഇതേപോലെയുള്ള നിറയെ വില്ലകളുണ്ട് ഈ സൈഡിൽ, ഈ ഏരിയയിൽ മൊത്തം. അങ്ങനത്തെ കുറച്ച് വില്ലകളുടെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നത്. ഇതാണ് വേറൊരു ബെഡ്റൂം.
സെക്കൻഡ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത്. സെക്കൻഡ് ഫ്ലോറിൽ 3 ബെഡ്റൂമായിരുന്നു. പിന്നെ നമ്മൾ തേർഡ് ഫ്ലോറിലേക്ക് വരുമ്പം ചെറിയൊരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് തേർഡ് ഫ്ലോറിൽ. പിന്നെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബെഡ്റൂമും പിന്നെ നമുക്ക് അയൺ ചെയ്യാനൊക്കെയുള്ള ഒരു സൗകര്യവും ഈ തേർഡ് ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേർഡ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഓപ്പൺ സ്പേസാണ് വരുന്നത്. അപ്പം തേർഡ് ഫ്ലോറിൽ നമ്മുടെ ലിവിങ് ഏരിയയും ബെഡ്റൂമുമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ അയൺ ചെയ്യാനുള്ള ചെറിയൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. തേർഡ് ഫ്ലോറിൽ തന്നെയാണ് പിന്നെ നമുക്ക് ഓപ്പൺ ടെറസ് വരുന്നത്. നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം തുണി ഉണക്കിയിടാനുള്ള ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങൾ, ഒരു വാഷ് ബേസിൻ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ടെറസിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. നല്ല ദൂരെ ലൈറ്റൊക്കെ രാത്രിയിലാകുമ്പോൾ ലൈറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ വളരെ നല്ല മനോഹരമായൊരു വ്യൂ ആണ്. ഇതിനോട് ചേർന്നാണ് നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൽ രാത്രിയിലൊക്കെ കിടന്ന് നമുക്ക് ഈ സിറ്റിയിലെ ഭംഗിയും ലൈറ്റിങ്ങും എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ വൈകിട്ട് കിടക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്, വെയിലിന് ചൂടുമുണ്ട് പകൽ. ഒരു സന്ധ്യയൊക്കെ ആയി കഴിയുമ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ പൂളിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഈ വില്ലയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. പിള്ളേരും എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസും കൂടെ ആയിരുന്നു നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂള്. ഇവിടെ എല്ലാവരും വൈകുന്നേരത്തെ ഇറങ്ങി. അപ്പോൾ എന്തായാലും വൈകിട്ട് ഒന്ന് വെയിലൊക്കെ ആറിക്കഴിഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം എല്ലാവരും ഒന്ന് കണ്ടിട്ടൊക്കെ വന്നതിന് ശേഷം ഞാനൊഴികെ ബാക്കി എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ പൂളിൽ നിന്ന് പിന്നെ കയറാനേ തോന്നിയില്ല. അതുപോലെ പിള്ളേർ എൻജോയ് ചെയ്തൊരു സ്ഥലം കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗോവയിൽ നമ്മൾ താമസിച്ച വില്ലയിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കയറി കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഡിന്നറിന് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുക്ക് ചെയ്ത് കഴിക്കാവുന്ന സൗകര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ സൊമാറ്റോ വഴി ഓർഡർ ചെയ്യുകയും സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ വഴി ഓർഡർ ചെയ്തു. പിന്നെ അല്ലാത്തതൊക്കെ ഇവിടെ കുക്ക് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് പോയ സമയത്ത് മാത്രമാണ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചത്. പിന്നെ പിള്ളേരെ സംബന്ധിച്ച് ഏറ്റവും അവർക്ക് വേറൊരു എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് TV കാണലാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.